ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ദി സെഷൻ. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ്, ദാറ്റ് ഈസ് ക്വാഡ്രിലാറ്ററൽസ്. ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ടേമിൽ തന്നെ നമുക്ക് മനസ്സിലാവും 4 സൈഡ്സ് ഉള്ള ഒരു പോളിഗണിനെ കുറിച്ചാണ് നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ചാപ്റ്ററിന്റെ പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഇൻട്രൊഡക്ടറി പാർട്ട് നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ആദ്യമേ പറയാം, ഈ ഒരു ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 2 ചാപ്റ്റർ ഇതിന്റെ കോറാണ്. ഏതൊക്കെയാണെന്നറിയോ? ലൈൻസ് ആൻഡ് ആംഗിൾസ് ആൻഡ് ട്രയാങ്കിൾസ്. ഏതൊക്കെയാണ്? ലൈൻസ് ആൻഡ് ആംഗിൾസും ട്രയാങ്കിൾസും. ഈ 2 ചാപ്റ്ററും ഈ ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കോറാണ്. കാരണം ഈ ചാപ്റ്ററിൽ കൂടുതലും പ്രൂഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ അറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അറിയാം, ഇതെല്ലാം പ്രൂഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതലും പ്രൂഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ എന്താണെന്ന് അറിയണം, അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്താണെന്ന് അറിയണം. അതിന് കൂടുതലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററും അതുപോലെ തന്നെ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററും. ഈ 2 ചാപ്റ്ററും കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ചാപ്റ്ററിലോട്ട് കയറാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ബേസിക് ഐഡിയ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ക്വാഡ്രിലാറ്ററൽസ്, ആ ഒരു പേരിൽ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, ക്വാഡ്രി റെഫേഴ്സ് ടു ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ 4 പോയിന്റ്സ്. എന്താണ്? 4 സൈഡ്സ് ഉള്ള ഒരു പോളിഗണിനെ പറയുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽസ്. ഓക്കെ, a quadrilateral is a closed shape that is formed by joining 4 points. In simple words, a quadrilateral is a polygon with 4 sides, 4 angles and 4 vertices. Okay, ഞാൻ പറഞ്ഞു quadrilateral എന്ന് പറയുന്നത് എന്താണ്? It's a 4-sided polygon. നമുക്ക് 8ാം ക്ലാസ്സിൽ പോളിഗൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് 3-sided polygon, 4-sided polygon, 5-sided polygon. അങ്ങനെ നമ്പർ ഓഫ് സൈഡ്സ് കൂടുന്നതിനനുസരിച്ച് പോളിഗൺസിന്റെ പേരുകൾ മാറുന്ന രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. Here we are considering quadrilateral. Quadrilateral refers to a polygon having 4 sides. Okay, അപ്പോൾ 4 സൈഡ്സ് മാത്രമല്ല, 4 സൈഡ്സ് ഉള്ള പോലെ തന്നെ 4 ആംഗിൾസും ഉണ്ട്, അതുപോലെ തന്നെ 4 വെർട്ടീസസും ഉണ്ട്. അപ്പോൾ എന്താണ് വെർട്ടീസ്, എന്താണ് സൈഡ്സ്, എന്താണ് ആംഗിൾസ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വെർട്ടെക്സ് അല്ലെങ്കിൽ വെർട്ടീസസ് എന്ന് പറയുന്നത് ഒരു പോളിഗണിന്റെ കോർണേഴ്സിനെയാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ എത്ര കോർണറുകളുണ്ട്? എ എന്ന് പറയുന്നത് ഒരു കോർണറാണ്, ബി മറ്റൊരു കോർണറാണ്, സി വേറൊരു കോർണറാണ്, ഡി. അങ്ങനെ മൊത്തം എത്ര കോർണേഴ്സ് ഉണ്ട്? 4 കോർണേഴ്സ് ഉണ്ട്. ഓക്കെ, 4 കോർണേഴ്സ് ഏതൊക്കെയാണ്? എ, ബി, സി ആൻഡ് ഡി. സോ ഹിയർ വി ഹാഡ് a 4-sided polygon named as quadrilateral. Quadrilaterals. Quadri refers to ഞാൻ പറഞ്ഞതാ 4. Lateral refers to sides. അപ്പോ 4-sided polygon എന്ന് പറയുന്ന പേരാണ് എന്ത്? ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞു. ഈ 4 സൈഡ്സ് ഉള്ള പോലെ തന്നെ എന്തൊക്കെയുണ്ട്? 4 ആംഗിൾസ് ഉണ്ട്, 4 വെർട്ടീസസ് ഉണ്ട്. ഓക്കെ, 4 സൈഡ്സ് ഏതൊക്കെയാന്ന് എഴുതിയാലോ? സൈഡ്സ് 4 സൈഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ 4 സൈഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ദാ ഈ 2 പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് എ ബി ഒരു സൈഡാണ്, ഒരു സൈഡാണ്. ദാ ബി സി രണ്ടാമത്തെ സൈഡാണ്, BC എന്ന് പറയുന്നത് രണ്ടാമത്തെ സൈഡാണ്. സി ഡി ദാ മൂന്നാമത്തെ സൈഡാണ്, മൂന്നാമത്തെ സൈഡാണ്. ഡി എ എന്ന് പറയുന്നത് 4ാമത്തെ സൈഡാണ്. അങ്ങനെ നമുക്ക് 4 സൈഡുകൾ കിട്ടി. അതുപോലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ് വെർട്ടീസസ്. 4 വെർട്ടീസസ് ഉണ്ട്. എന്താണ് വെർട്ടീസസ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 കോർണേഴ്സിനെയാണ് നമ്മൾ വെർട്ടീസസ് എന്ന് പറയാം. ഏതൊക്കെയാണ്? എ എന്ന് പറയുന്നത് ഒരു കോർണറാണ്, ബി ഒരു കോർണറാണ്, സി ഒരു കോർണറാണ്, ഡി മറ്റൊരു കോർണറാണ്. ഏതൊക്കെയാ? ദാ എ എന്ന് പറയുന്നത് ഇതൊരു വെർട്ടെക്സ് ആണ്, ബി ഒരു വെർട്ടെക്സ് ആണ്, സി ഒരു വെർട്ടെക്സ് ആണ്, ഡിയും എന്താണ്? ഒരു വെർട്ടെക്സ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 4 വെർട്ടീസസ് ഉണ്ട്, 4 സൈഡ്സ് ഉണ്ട്. ഇനി ആംഗിൾസ് ഒന്ന് നോക്കിയാലോ. ഏതൊക്കെയാണ് ആംഗിൾ വരിക? ആംഗിൾസ് നോക്കാം. ആംഗിൾസ് യൂഷ്വലി നമുക്ക് ആംഗിൾ എ എന്ന് കൊടുക്കാം,
ആംഗിൾ ബി എന്ന് കൊടുക്കാം, ആംഗിൾ സി എന്ന് കൊടുക്കാം, ആംഗിൾ ഡി എന്ന് കൊടുക്കാം. എത്ര ആംഗിൾ ഉണ്ട്? ആംഗിൾ എ, ദാ ഇതൊരു ആംഗിൾ ആണ്, ആംഗിൾ എ. ദാ ദിസ് വൺ ഈസ് ഓൾസോ അനദർ ആംഗിൾ, ആംഗിൾ ബി, ആൻഡ് ദിസ് പെർട്ടിക്കുലർ വൺ ആംഗിൾ സി, ആൻഡ് ദിസ് വൺ ആംഗിൾ ഡി. ഓക്കെ, ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി ആൻഡ് ആംഗിൾ ഡി. ഈ 4 ആംഗിൾസ് ഉണ്ട്. ഈ 4 ആംഗിൾസ് നിങ്ങൾക്ക് ചില സമയത്ത് ഡൗട്ട് വരാറുണ്ട്. ആംഗിൾ എ എന്നുള്ളതിന് വേറൊരു രീതിയിൽ നമ്മൾ നെയിം ചെയ്യാറുണ്ട്. എങ്ങനെയാണ്? ഈ ആംഗിൾ എ എന്ന് പറയുന്ന 2 കൈകൾ പോയിരിക്കുന്നത് നോക്കിക്കേ, എങ്ങോട്ടേക്കാണ്? ആംഗിൾ എയുടെ ഒരു കൈ പോയിരിക്കുന്നത് ഡിയിലേക്കാണ്, അല്ലേ? ആംഗിൾ എയുടെ അടുത്ത കൈ പോയിരിക്കുന്നത് നേരെ ബിയിലോട്ടാണ്. അപ്പോ ആംഗിൾ എയുടെ നേരെ ഒരു കൈ പോയിരിക്കുന്നത് ഡിയിലോട്ടാണ്, മറ്റൊരു കൈ പോയിരിക്കുന്നത് ബിയിലോട്ടാണ്. അപ്പോ എ ഡിയും എ ബിയും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ എ. അപ്പൊ ആംഗിൾ എനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആംഗിൾ ബി എ ഡി എന്ന് കൊടുക്കാം. എങ്ങനെ? ബി എ ഡി. അല്ലെങ്കിലോ? അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ആംഗിൾ ഡി എ ബി എന്ന് കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ബി എ ഡി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഡി എ ബി എന്ന് കൊടുക്കാം. ക്ലിയർ ആണേ? ബി എ ഡി അല്ലെങ്കിൽ ഡി എ ബി. ഈ രണ്ടും എന്താണ്? ഒരേ ആംഗിളിനെ കുറിച്ചാണ് പറയുന്നത്. ഈ 2 ടേമിലും ഒരു പ്രത്യേകത കണ്ടോ? നമ്മൾ ഏത് ആംഗിളിനെ കുറിച്ചാ പറഞ്ഞേ? ആംഗിൾ എനെ കുറിച്ചാ പറഞ്ഞേ, അല്ലെ? ഈ ആംഗിൾ എ എന്ന് പറയുന്ന ലെറ്റർ, എ എന്ന് പറയുന്ന ലെറ്റർ എവിടെ വന്നു? നടുക്ക് വന്നില്ലേ? 2 ഭാഗത്തും എന്ത് വന്നു? നടുക്കാണ് എന്ത് വന്നിരിക്കുന്നത്? ലെറ്റർ എ വന്നിരിക്കുന്നത്. സോ ഒരു ആംഗിൾ മെൻഷൻ ചെയ്യുമ്പോൾ ആ ആംഗിളിന്റെ ലെറ്റർ എവിടാണോ അതെവിടെ വരണം? നടുക്ക് വരണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് യൂഷ്വലി ആംഗിൾ എ എന്ന് മാത്രം മെൻഷൻ ചെയ്താൽ മതി. ചില സന്ദർഭങ്ങളിൽ നമുക്ക് 3 ലെറ്റർ ഡിപ്പെൻഡ് ചെയ്തിട്ട് മെൻഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എന്ത്? ഡി എ ബി അല്ലെങ്കിൽ ബി എ ഡി എന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതാം. അപ്പോ ആംഗിൾ എ ആണെങ്കിൽ എഴുതിയിരിക്കുന്നത് ബി എ ഡി ഓർ ആംഗിൾ ഡി എ ബി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എങ്ങനെ എഴുതും? ഒന്ന് നിങ്ങൾ തന്നെ പറഞ്ഞേ. ആംഗിൾ ബി എങ്ങനെ എഴുതാം മക്കളെ? പറഞ്ഞോളൂ. എങ്ങനെയാ വരിക? ആംഗിൾ ബി എന്തായാലും നടുക്ക് വരണം. ബിയുടെ ഒരു കൈ പോയിരിക്കുന്ന നേരെ സിയിലോട്ടാണ്, മറ്റൊരു കൈ പോയിരിക്കുന്നത് നേരെ എയിലോട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? എ ബി സി എന്ന് കൊടുക്കാം. എങ്ങനെ? ആംഗിൾ എ ബി നടുക്കായിരിക്കണം, സി എന്ന് കൊടുക്കാം. സി അപ്പുറത്തും ഇപ്പുറത്തും കൊടുക്കാം. ബിയുടെ ഒരു കൈ സിയിലോട്ടാണ്, മറ്റൊരു കൈ എയിലോട്ടാണ്. ഒന്നെങ്കിൽ ആംഗിൾ എ ബി സി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ആംഗിൾ സി ബി എ എന്ന് കൊടുക്കാം. രണ്ടിന്റെയും നടുഭാഗത്ത് എന്ത് തന്നെയാ? മിഡിൽ വന്നിരിക്കുന്നത് എന്താണ്? ആംഗിൾ ബി ആണ്. ആംഗിൾ ബി മെൻഷൻ ചെയ്തിട്ട് അങ്ങനെ കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എന്താ വരിക? പറഞ്ഞ ആംഗിൾ സി എന്ത് വരും? എങ്ങനെയാ വരിക? ആംഗിൾ സി വരുന്നത് ഒന്നെങ്കിൽ ബി സി ഡി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഡി സി ബി എന്ന് കൊടുക്കാം. ആംഗിൾ ബി സി ഡി ഓർ ആംഗിൾ ഡി സി ബി. ക്ലിയർ ആണേ? ഒന്നെങ്കിൽ ബി സി ഡി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഡി സി ബി എന്ന് കൊടുക്കാം. ഓക്കെ, ബി സി ഡി അല്ലെങ്കിൽ ഡി സി ബി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡിനെ മറ്റൊരു പേര് എന്ത് കൊടുക്കാം? ഡി എവിടെ വന്നു? ഡിയുടെ ഒരു കൈ നേരെ സിയിലോട്ടാ വന്നേ, മറ്റൊരു കൈ നേരെ വന്നിരിക്കുന്ന എയിലോട്ടാണ്. അപ്പൊ ആംഗിൾ എന്ത് കൊടുക്കാം? ആംഗിൾ എ ഡി സി അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? ആംഗിൾ സി ഡി എ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത് 4 സൈഡഡ് പോളിഗൺ ആണ്. 4 സൈഡ് ഉള്ളത് പോലെ തന്നെ 4 വെർട്ടീസസ് ഉണ്ട്. ഈ 4 വെർട്ടീസസ് എന്താ വരിക? ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി ആൻഡ് ആംഗിൾ ഡി. ഓക്കെ, 4 ആംഗിൾസ് ഞാൻ മെൻഷൻ ചെയ്ത്. വെർട്ടീസസ് എന്ന് പറയുമ്പോൾ 4 കോർണേഴ്സ് ആണ് പറഞ്ഞു ഇല്ലേ? വെർട്ടീസസ് എന്ന് പറയുന്നത് 4 കോർണേഴ്സ് ആണ്. എ ബി സി ഡി. 4 കോർണേഴ്സ് ഉണ്ട്, 4 വെർട്ടീസസ് ഉണ്ട്, അതുപോലെ തന്നെ 4 സൈഡ് ഉണ്ട്. ഏതൊക്കെയാണ്? എ ബി, ബി സി, സി ഡി ആൻഡ് ഡി എ. ഓക്കെ, എ ബി ഉണ്ട്, ബി സി ഉണ്ട്, സി ഡി ഉണ്ട്, ഡി എ ഉണ്ട്. അങ്ങനെ 4 സൈഡ്സ് ഉണ്ട്, 4 കോർണേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 4 വെർട്ടീസസ് ഉണ്ട്, പിന്നെന്താ? 4 ആംഗിൾസ് ഉണ്ട് ഇല്ലേ? 4 ആംഗിൾസ് എടുക്കാം. ഏതൊക്കെയാണ്? ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി ആൻഡ് ആംഗിൾ ഡി. ഓരോ ആംഗിൾസിനും മെൻഷൻ ചെയ്യാൻ പറ്റുന്ന മറ്റു 2 പേരുകളും നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞു. ഇനി ഇവിടെ എത്ര ഡയഗണൽ ഉണ്ട്? ഫിഗർ നോക്കിയാൽ തന്നെ കാണാം. നമുക്ക് 2 ഡയഗണൽസ് ഇവിടെ വരയ്ക്കാം. ബി ഡി ആൻഡ് എ സി 2 ഡയഗണൽസ് വരയ്ക്കാം. അപ്പൊ പോളിഗൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ്?
ഒരു 4-sided പോളിഗൺ, അതിലെ സം ഓഫ് ആംഗിൾസ് എത്രയാണ്, അതുപോലെ തന്നെ എത്ര ഡയഗണൽസ് വരയ്ക്കാൻ പറ്റും, പോളിഗൺസിന്റെ സൈഡ്സ് കൂടുന്നതിനനുസരിച്ച് ഡയഗണൽ മെൻഷൻ ചെയ്യുന്നതിന് ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കി വെച്ചിരുന്നു കേട്ടോ. സോ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ചാപ്റ്റർ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒന്ന് ലൈൻസ് ആൻഡ് ആംഗിൾസ്, പിന്നൊന്ന് എന്താണ് ട്രയാങ്കിൾസ്. ഈ 2 ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കണം. നമ്മള് പഠിച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ ഈ ഒരു സെഷനിൽ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോ നോക്കാം. ഇനി അടുത്ത് എന്താണ് ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ക്വാഡ്രിലാറ്ററൽ. നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി പറയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ മനസ്സിൽ വരേണ്ട കാര്യം എന്താണ്, ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ 3 ആംഗിൾസ് ആഡ് ചെയ്യുന്നതല്ലേ. ഈ 3 ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരണം, അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി, ഈ 3 ആംഗിൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരണം, യെസ് ഇറ്റ് ഈസ് 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, അപ്പോ ഈ 3 ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരണം, 180 ഡിഗ്രി വരണം. നമുക്ക് ഈ ഒരു ക്വാഡ്രിലാറ്ററലിന് പേര് കൊടുക്കാം എ ബി സി ഡി. ഇവിടെ 4 വെർട്ടീസസ് ഉണ്ട്. ഏതൊക്കെയാണ്, എ എന്ന് പറയുന്ന വെർട്ടെക്സ്, ബി എന്ന് പറയുന്ന ഒരു കോർണർ, സി എന്ന് പറയുന്ന മറ്റൊരു കോർണർ, ഡി എന്ന് പറയുന്ന ലാസ്റ്റ് ഒരു കോർണർ. അങ്ങനെ 4 കോർണേഴ്സ് ഉണ്ട്, 4 വെർട്ടീസസ് ആണ്. 4 വെർട്ടീസസിനനുസരിച്ച് 4 ആംഗിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്, ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി ആൻഡ് ആംഗിൾ ഡി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരുന്നു എന്ന് നോക്കാം. ഇങ്ങനെ ഒരു നോട്ടം നോക്കിയാൽ നമുക്ക് കിട്ടുക എന്നുള്ളൊരു പണിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡയഗണൽ മാർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു നമുക്കിവിടെ 2 ഡയഗണൽ മാർക്ക് ചെയ്യാം. അതിൽ ഒരൊറ്റ ഡയഗണൽ മാത്രം ഞാൻ ജോയിൻ ചെയ്തു. ഈ ഒരു ഡയഗണൽ ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാകാം, ദിസ് പെർട്ടിക്കുലർ ക്വാഡ്രിലാറ്ററൽ ഈസ് ഡിവൈഡഡ് ഇൻടു 2 ട്രയാങ്കിൾസ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, 2 ട്രയാങ്കിൾസ് കിട്ടി. ഈ 2 ട്രയാങ്കിൾസിനെയും സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും, ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾസ് എത്ര വരിക, 180 ഡിഗ്രിയാ വരിക അല്ലെ. ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരും, 180 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ ഈ 2 ട്രയാങ്കിൾ ഉണ്ട്, എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആണ്. അതുപോലെ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾസും 180 ഡിഗ്രി ആണ് അല്ലെ. ഇത് 180 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതിന്റെ ടോട്ടൽ ആംഗിൾസ് എന്ന് പറയുന്നത് ഈ 2 ട്രയാങ്കിളും കൂടെ ചേർത്താൽ എന്തായി, ക്വാഡ്രിലാറ്ററൽ ആയി അല്ലെ. ഈ 2 ട്രയാങ്കിളും കൂടെ ചേർത്താൽ ക്വാഡ്രിലാറ്ററൽ ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സിയുടെ 180 പ്ലസ് ട്രയാങ്കിൾ എ ഡി സിയുടെ 180, സം ഓഫ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എത്ര വരിക, 180 പ്ലസ് 180, 180 പ്ലസ് 180. ഈ 180 ഈ 180 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ടോട്ടൽ എന്തായി, ക്വാഡ്രിലാറ്ററലിന്റെ സം ഓഫ് ആംഗിൾസ് ആയി. ഓക്കെ, അപ്പോ സം ഓഫ് ആംഗിൾസ് എന്താ വരിക, 180 പ്ലസ് 180. നമുക്ക് 2 ട്രയാങ്കിൾ ഉണ്ട്, ഇറ്റ് വിൽ ബി ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഇറ്റ് ഇസ് 360 ഡിഗ്രി. എന്തുകൊണ്ടാണ് 360 ഡിഗ്രി ആയത്, നമുക്ക് ആകെ അറിയാവുന്ന എന്താണ്, ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയാ, 180 ഡിഗ്രി ആണ്. അപ്പോൾ ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആണെന്ന് ക്ലിയർ ആൻഡ് കട്ടായിട്ട് നമുക്കറിയാം. ഒരു ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഈ 2 ട്രയാങ്കിൾ ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇതിന്റെ ടോട്ടൽ ആംഗിൾസ് കണ്ടുപിടിക്കാം. ഇതിന്റെ ആംഗിൾ എത്രയാ, 180 ആണ്. ഇവിടുത്തെ ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാ, 180 ഡിഗ്രി ആണ്. അപ്പൊ ക്വാഡ്രിലാറ്ററലിന് ടോട്ടൽ ആംഗിൾസ് എത്ര വന്നു, 180 പ്ലസ് 180 360. ഓക്കെ അല്ലേ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ദ quadrilateral in a quadrilateral ABCD. Okay, angles A, B, C and D are in the ratio 1:2:3:4. Okay, find the angles. എങ്ങനെയാണ് ആംഗിൾ കണ്ടുപിടിക്കുക, നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം എന്താ, സം ഓഫ് ആംഗിൾസ് 360 ഡിഗ്രി ആണെന്നറിയാം. അപ്പോ ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ കൺസിഡർ ചെയ്താൽ, ഒരു ക്വാഡ്രിലാറ്ററൽ എന്തോ ആയിക്കോട്ടെ, ക്വാഡ്രിലാറ്ററൽ നമ്മൾ കൺസിഡർ ചെയ്താൽ എ ബി
സി ഡി. ഓക്കെ, എ ബി സി ഡി. ഈ 4 ആംഗിൾസ് തമ്മിലുള്ള റേഷ്യോ ആണ് എത്ര? 1:2:3:4. എങ്ങനെ? ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സി ആൻഡ് ആംഗിൾ ഡി, ഈ 4 ആംഗിൾസ് തമ്മിലുള്ള റേഷ്യോ എന്താണ്? 1:2:3:4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ എ എത്രയാണ്, ആംഗിൾ ബി എത്രയാണ്, ആംഗിൾ സി എത്രയാണ്, ആംഗിൾ ഡി എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ഈ 4 ആംഗിളും കണ്ടുപിടിക്കാൻ റേഷ്യോ എന്ന് പറയുന്ന ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് അറിയണം. ഓക്കെ, എന്താണ് റേഷ്യോ? നമുക്കൊരു റേഷ്യോ, പെർട്ടിക്കുലർ റേഷ്യോ തന്നിട്ട് തന്നിരിക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താ? ആംഗിൾ എ ഈസ് ടു ആംഗിൾ ബി ഈസ് ടു ആംഗിൾ സി ഈസ് ടു ആംഗിൾ ഡി ഈക്വൽ ടു 1:2:3:4. ഓക്കെ, നമ്മള് ആംഗിൾ എ 1 ആണെന്നാണോ? അല്ല. ആംഗിൾ ബി 2 ആണെന്നാണോ? 2 ഡിഗ്രി ആണെന്നാണോ? അല്ല. ആംഗിൾ സി 3 ഡിഗ്രി എന്നും ആംഗിൾ ഡി 4 ഡിഗ്രിയും. 4 കൂടെ ആഡ് ചെയ്ത് എത്ര വരും? 1 + 2 3, 3 + 3 6, 6 + 4 10. നമ്മളിപ്പോ ടോട്ടൽ ആംഗിൾ 10 ഡിഗ്രി ആണോ നമ്മൾ നേരത്തെ പറഞ്ഞത്? സം ഓഫ് ആംഗിൾസ് 360 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് നിങ്ങൾ അബദ്ധവശാൽ ആംഗിൾ എ 1, ആംഗിൾ ബി 2, ആംഗിൾ സി 3, ആംഗിൾ ഡി 4 എന്ന് കൊടുത്താൽ ഈ 4 ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ കൂടിപ്പോയാ 10 ഡിഗ്രി വരുള്ളൂ. അതല്ലല്ലോ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഇപ്പൊ 1 2 3 4 തന്നിരിക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ റേഷ്യോ. അപ്പൊ ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് ഇതിനെല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഏത് നമ്പർ ആണെന്ന് അറിയില്ല. ദാറ്റ്സ് എ കോൺസ്റ്റന്റ് നമ്പർ. ആ കോൺസ്റ്റന്റ് നമ്പർ ഏതാണെന്ന് അറിയില്ല. സോ വി കൻ മേക്ക് ഇറ്റ് ആസ് കെ ഓർ എക്സ്. എക്സ് ഇട്ടിട്ട് എഴുതാം, അല്ലെങ്കിൽ കെ ഇട്ടിട്ട് എഴുതാം. യൂഷ്വലി നമ്മൾ റേഷ്യോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഏതുകൊണ്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. സോ ആംഗിൾ എ നമുക്ക് എന്ത് കൊടുക്കാം? 1x എന്ന് കൊടുക്കാം. ആംഗിൾ ബിയോ 2x എന്ന് കൊടുക്കാം. ആംഗിൾ സി 3x ആൻഡ് ആംഗിൾ ഡി 4x. ഈ 4 ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരണം? 360 വരണം. ഈ 4 ആംഗിളിന്റെയും കൂടെ സമ്മ് എത്ര വരണം? 360 വരണം. അങ്ങനെ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 360 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 360 ഡിഗ്രി. ആംഗിൾ എ നമുക്ക് 1x പ്ലസ് 2x പ്ലസ് 3x പ്ലസ് 4x ഈക്വൽ ടു 360 ഡിഗ്രി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോ എത്ര കിട്ടിയേ? 10x. വെരി ഗുഡ്. സോ 10x ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 360 ഡിവൈഡഡ് ബൈ 10. അപ്പൊ എക്സ് എത്രയാ? 36. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആംഗിൾ എ 1 ഡിഗ്രി അല്ല, ആംഗിൾ ബി 2 ഡിഗ്രി അല്ല, ആംഗിൾ സി 3 ഡിഗ്രി അല്ല, ആൻഡ് ആംഗിൾ ഡി 4 ഡിഗ്രി അല്ല. പകരം ഈ 1 2 3 4 എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് ജസ്റ്റ് റേഷ്യോ. ആ റേഷ്യോ വരുമ്പോഴത്തേക്ക് എന്താണ്? ഓരോ നമ്പേഴ്സിനും നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ കൊണ്ട്, ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഏതാണെന്നാണ് നമുക്ക് ആദ്യം കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് 36. ഈ 36 കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ തന്നിരിക്കുന്ന 4 നമ്പറിനെയും എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണേ? ഓക്കെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ എ എത്രയാണ്, ആംഗിൾ ബി എത്രയാണ്, ആംഗിൾ സി എത്രയാണ്, ആംഗിൾ ഡി എത്രയാണ് എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ. ആംഗിൾ എ എന്താ എഴുതിയേ? 1x എന്നല്ലേ എഴുതിയേ? ദാറ്റ് ഈസ് 1 into 36. എത്രയാ? 36 ആണ്. 1 into 36 it is 36. ആംഗിൾ ബി is 2x എന്ന് പറയുമ്പോൾ എന്താ? 2 into 36. 36ന്റെ ഡബിൾ എത്രയാ? ഇറ്റ് ഈസ് 72. ഓക്കെ, 72. ആംഗിൾ സി എന്ന് പറയുന്നത് 3x ആണ്. ദാറ്റ് ഈസ് 3 into 36. എത്ര വരാ? 72 plus 36 എത്ര വരും? 108. 108. അതുപോലെ ആംഗിൾ ഡി എന്താ വന്നേ? ഇറ്റ് ഈസ് 4x. ദാറ്റ് ഈസ് 4 into 36. 4 into 36 എന്താ? ഈ 108 36 കൂട്ടിയാ പോരെ?
144. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരുള്ളൂ? 360 വരുള്ളൂ. സോ 36, 72, 108 ആൻഡ് 144. ഈ 4 ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും ആംഗിൾ ഡിയും കിട്ടുക. ഓക്കെ, ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഇറ്റ് ഈസ് 360 ഡിഗ്രി. അതിന് 4 ആംഗിൾസിന്റെയും റേഷ്യോ തന്നിട്ട് പെർട്ടിക്കുലർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഒരു പാറ്റേണിൽ ചെയ്തു പോകാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാം. ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം കുറേ കാര്യങ്ങൾ വരാനുണ്ട്. നമുക്ക് പരിചയമുള്ള ഒരുപാട് ക്വാഡ്രിലാറ്ററൽസ് ഉണ്ട്. സ്ക്വയർ ഉണ്ട്, റെക്ടാംഗിൾ ഉണ്ട്, പാരലലോഗ്രാം ഉണ്ട്. അങ്ങനെ ഏതൊക്കെ ഫാമിലിയിൽ പെടുന്നു അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്റെ സബ് കാറ്റഗറീസ് എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോ ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത് എന്താണ്? 4 സൈഡുള്ള പോളികളാണ്. ഓക്കെ, 4 സൈഡുള്ള പോളികൾ. ഇതിന്റെ സബ് ഡിവിഷൻസ് കൊണ്ടുവരുവാണേ. ഈ 4 സൈഡുള്ള പോളികന്റെ ഏതെങ്കിലും 2 സൈഡ്, എങ്ങനെ? ഏതെങ്കിലും 2 സൈഡ് ഞാൻ പാരലൽ ആക്കുന്നു. എങ്ങനെയാണ്? ഏതെങ്കിലും 2 സൈഡ് ഞാൻ പാരലൽ ആക്കുന്നു. ഞാൻ 2 സൈഡ് പാരലൽ ആക്കി. പാരലൽ ആക്കിയപ്പോൾ നമുക്ക് എന്തായി? ദാ ഇവിടെ ഞാൻ ഓപ്പോസിറ്റ് സൈഡ്, ഏതെങ്കിലും 2 സൈഡ് എന്നല്ല, ഞാൻ ഓപ്പോസിറ്റ് സൈഡ് 2 ഞാൻ പാരലൽ ആക്കുന്നു. ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള 2 ഞാൻ പാരലൽ ആക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ ഞാൻ പേര് കൊടുക്കുന്നു ട്രപ്പീസിയം. എന്താണ് ട്രപ്പീസിയം? Trapezium is a quadrilateral in which opposite sides are parallel. One pair of opposite side, ഒരൊറ്റ pair of opposite side. ഇതിന്റെ എല്ലാത്തിന്റെയും ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആണെന്ന് ഞാൻ പറയുന്നില്ല. One pair of opposite side പാരലൽ ആയി. ഒരു pair of opposite side പാരലൽ ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ട്രപ്പീസിയം കിട്ടി. So trapezium is a quadrilateral with one pair of opposite side is parallel. Okay, 2 സൈഡ് ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആയപ്പോൾ അതെന്തായി മാറി? ട്രപ്പീസിയമായി മാറി. ഇനി ഞാൻ 2 സൈഡും പാരലൽ ആക്കിയാലോ? ഞാൻ ഒരു പെയറല്ലേ പാരലൽ ആക്കിയുള്ളൂ. ഇനി ഞാൻ 2 പെയറും പാരലൽ ആക്കിയാലോ? ഈ ഓപ്പോസിറ്റ് സൈഡും ഈ കാണുന്ന ഓപ്പോസിറ്റ് സൈഡും പാരലൽ ആക്കിയാലോ? നമുക്ക് കിട്ടുന്നത് ഇത് രണ്ടും പാരലൽ ആണ്, ഈ സൈഡും പാരലൽ ആണ്. ഓക്കെ, എന്താ പറഞ്ഞേ? ഈ 2 സൈഡും പാരലൽ ആണ്, ഈ 2 സൈഡും പാരലൽ ആണ്. ബോത്ത് പെയർ ഓഫ് പാരലൽ സൈഡ്സ് വന്നാൽ ഇതിനെ നമുക്ക് പേര് പറയാം, ഇറ്റ്സ് എ പാരലലോഗ്രാം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. ആദ്യത്തെ കേസിൽ എന്താ വന്നേ? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഒരു പെയർ ഓഫ് സൈഡ്സ് പാരലൽ ആക്കിയപ്പോൾ ഇറ്റ്സ് എ ട്രപ്പീസിയം. ഓക്കെ, നമുക്ക് കിട്ടിയ പേരെന്താണ്? ട്രപ്പീസിയം. ഇനി 2 പെയർ ഓഫ് പാരലൽ സൈഡ്സ് വന്നാലോ? 2 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയാലോ? ദാറ്റ് വുഡ് ബി നെയിംഡ് ആസ് പാരലലോഗ്രാം. ഓക്കെ, അതെന്താണ്? പാരലലോഗ്രാം ആണ്. അപ്പോ 2 സൈഡ് പാരലൽ ആയപ്പോൾ പാരലലോഗ്രാം ആണ്. ഒരു പെയർ ഓഫ് സൈഡ് പാരലൽ ആയപ്പോൾ അതെന്താണ്? ട്രപ്പീസിയം ആണ്. ഓക്കെ, ട്രപ്പീസിയം കിട്ടി, ഒരു പാരലലോഗ്രാം കിട്ടി. ഇനി ഈ പാരലലോഗ്രാമിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? പാരലൽ ആണ്, അതുപോലെ തന്നെ ഈക്വൽ ആണ്. ഓക്കെ, ഈ പാരലലോഗ്രാമിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ. ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവണമെന്നില്ല. one pair of opposite sides parallel. ഓക്കെ, അപ്പൊ ക്വാഡ്രിലാറ്ററലിന്റെ ഒരു ഫാമിലി കിട്ടി, നമുക്ക് എന്താ? ട്രപ്പീസിയം കിട്ടി. അതുപോലെ തന്നെ ക്വാഡ്രിലാറ്ററൽ പറയുന്ന മറ്റൊരു ഫോമാറ്റ് ആണ് പാരലലോഗ്രാം. ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എന്താണ്? one pair of opposite sides are parallel. For the parallelogram, both the pairs of opposite sides are parallel. Okay,
ഇനി ഈ പാരലലോഗ്രാമിന്റെ തന്നെ സബ് ഡിവിഷൻ ഞാൻ കൊണ്ടുവരുന്നു. ഇതിപ്പോ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിലോ ഒരു പാരലലോഗ്രാമിന്റെ ഇഫ് ഓൾ ദ സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ then we can name it as rhombus. റോംബസിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. റോംബസ് സാധാരണ ഇങ്ങനെ വരയ്ക്കാറുണ്ട്, അതുപോലെ തന്നെ ഇതാ ഇങ്ങനെയും വരയ്ക്കാറുണ്ട്. ഒരു ഐഡന്റിഫിക്കേഷൻ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരയ്ക്കുന്നത്. രണ്ടും ഒരേ കാര്യം തന്നെയാണ്. റോംബസ് ഇസ് എ പാരലലോഗ്രാം. ഇറ്റ്സ് എ റോംബസ്. Rhombus is a parallelogram in which all the sides are equal. Parallelogram എന്താണ്? It's a quadrilateral. Parallelogram എന്ന് പറയുന്നത് quadrilateral ആണ് if opposite sides are parallel and equal. Opposite sides are equal and parallel ആയിട്ട് വരുന്ന quadrilateral എന്ന് പറയുന്ന പേരാണ് parallelogram. ഇനി ഒരു പാരലലോഗ്രാമിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ, ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് മാത്രമല്ല എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അതിനെ നമുക്ക് പറയുന്ന പേരാണ് റോംബസ്. ഓക്കെ, പാരലലോഗ്രാമിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇറ്റ്സ് എ റോംബസ്. ഇനി റോംബസ് എന്ന് പറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് വേറൊരു പാരലലോഗ്രാമിന്റെ വേറൊരു സബ് കാറ്റഗറി ഞാൻ കൊണ്ടുവരുന്നു. പാരലലോഗ്രാം. അതുപോലെ തന്നെ ഇഫ് വൺ ആംഗിൾ ഓഫ് എ പാരലലോഗ്രാം, എങ്ങനെ ഒരു പാരലലോഗ്രാമിന്റെ ഒരു ആംഗിള് 90 ഡിഗ്രി ആണെങ്കിൽ, if one angle of a parallelogram is 90 degree, we can name it as a rectangle. Okay, എന്താണ്? ഒരു പാരലലോഗ്രാമിന്റെ ഒരു ആംഗിള് 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? റെക്ടാംഗിൾ ആണെന്ന് പറയാം. അപ്പൊ ഒന്നുകൂടെ ആദ്യം പറയാം. ദിസ് വൺ ഇസ് എ ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററലിന്റെ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആകുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ്സ് എ ട്രപ്പീസിയം. Both the pairs of opposite sides are parallel and equal, then we can term it as parallelogram. അപ്പോ അതിന്റെ ഏതെങ്കിലും opposite sides equal and parallel ആയി കഴിഞ്ഞാൽ, both the pairs of opposite sides are equal and parallel, then we can name it as parallelogram. പാരലലോഗ്രാമിന്റെ എല്ലാ സൈഡ്സും, എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ് ഉണ്ട്. ഈ 4 സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? റോംബസ് എന്ന് പറയാം. ഓക്കെ, സോ വി കൻ നെയിം ഇറ്റ് ആസ് റോംബസ്. ഇനി ഒരു പാരലലോഗ്രാമിന്റെ ഒരു ആംഗിള് 90 ഡിഗ്രി ആകുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? റെക്ടാംഗിൾ എന്ന് പറയാം. ഓക്കെ, ഒരു പാരലലോഗ്രാമിന്റെ ഒരു ആംഗിള് 90 ഡിഗ്രി ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? റെക്ടാംഗിൾ എന്ന് വിളിക്കാം. ഇനി അതിനോടൊപ്പം പറയാവുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? ഈ റോംബസിന്റെ പ്രത്യേകത എന്താണ്? ഒരു പാരലലോഗ്രാം ആണ്. ഇറ്റ്സ് ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ. അതുപോലെ തന്നെ റെക്ടാംഗിൾ എന്താണ്? ഇറ്റ്സ് ഓൾസോ എ പാരലലോഗ്രാം വിത്ത് വൺ ആംഗിൾ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു കാര്യമാണ് സ്ക്വയർ. സ്ക്വയർ എന്താണ്? എല്ലാ ആംഗിൾസും എന്താണ്? 90 ഡിഗ്രി ആണ്. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പോ സ്ക്വയർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഇറ്റ്സ് എ പാരലലോഗ്രാം. If all the sides are equal and all the angles are 90 degree, then we can name it as square. ഒരു പാരലലോഗ്രാമിന്റെ, ഇതെല്ലാം പാരലലോഗ്രാം ഫാമിലിയിൽ വരുന്നതാണ്. ഒരു പാരലലോഗ്രാമിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? റോംബസ് എന്ന് പറയാം. അതിനോടൊപ്പം എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, അതിനൊരു ആംഗിൾ 90 ഡിഗ്രി വന്നാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, പാരലലോഗ്രാമിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി വരികയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? റെക്ടാംഗിൾ എന്ന് വിളിക്കാം. അപ്പോ പാരലലോഗ്രാമിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി വരുവാണെങ്കിൽ റെക്ടാംഗിൾ ആണ്. പാരലലോഗ്രാമിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആവുകയാണെങ്കിൽ റോംബസ് ആണ്. ഈ രണ്ട് പ്രോപ്പർട്ടിയും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? സ്ക്വയർ കിട്ടുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ട്രപ്പീസിയം പറഞ്ഞു, പാരലലോഗ്രാം പറഞ്ഞു, റോംബസ് പറഞ്ഞു, റെക്ടാംഗിൾ പറഞ്ഞു, സ്ക്വയർ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ ക്വാഡ്രിലാറ്ററലായിട്ട്. ഒരെണ്ണം കൂടെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൈറ്റ്. അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഏതൊക്കെയാ? ഇത് അഡ്ജസന്റ് ആയിട്ടുള്ള ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്.
അതുപോലെ തന്നെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഇങ്ങനെ വരുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ പറയുന്ന പേരാണ് നമ്മൾ കൈറ്റ്. നമ്മൾ സാധാരണ വീട്ടില് ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് പറത്തി കളിക്കാറല്ലേ, പട്ടം, സാധാരണ പട്ടം. സോ കൈറ്റിന്റെ പ്രത്യേകത എന്താണ്? അഡ്ജസന്റ് സൈഡ്സ് ആണ് ഈക്വൽ ആയിട്ട് വരിക. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് റോംബസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. റോംബസിന് എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇവിടെ അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കാം. ക്വാഡ്രിലാറ്ററലിന്റെ ഏതെങ്കിലും ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല, പാരലൽ ആണെങ്കിൽ. ഓക്കെ, if one pair of opposite sides of a quadrilateral is parallel, we can name it as trapezium. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ട്രപ്പീസിയം എന്ന് പറയാം. ഇനി രണ്ട് പേരും പാരലൽ ആണെങ്കിൽ we can name it as parallelogram. രണ്ട് പേരും പാരലൽ ആണെങ്കിൽ we can name it as parallelogram. ഇനി ഈ പാരലലോഗ്രാമിൽ നിന്ന് കണക്ട് ചെയ്ത് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റോംബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോംബസ് എന്താണ്? റോംബസ് ഈസ് എ പാരലലോഗ്രാം ആൻഡ് റോംബസ് ഈസ് ഓൾസോ എ ക്വാഡ്രിലാറ്ററൽ. റോംബസ് എന്താണ്? ക്വാഡ്രിലാറ്ററൽ ആണ്, 4 സൈഡുള്ള പോളിഗൺ ആണ്. റോംബസ് ഈസ് എ പാരലലോഗ്രാം വിത്ത് ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ സൈഡ്സും ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? റോംബസ് എന്ന് വിളിക്കാം. എന്തിന്റെ? പാരലലോഗ്രാമിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? റോംബസ് എന്ന് വിളിക്കാം. ഇനി റെക്ടാംഗിളിനെ കുറിച്ച് എന്താ പറയുന്നത്? ഒരു പാരലലോഗ്രാമിന്റെ ഏതെങ്കിലും ഒരു ആംഗിള് 90 ഡിഗ്രി ആവുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? റെക്ടാംഗിൾ എന്ന് പറയാം. ഒരു പാരലലോഗ്രാമിന്റെ ഏതെങ്കിലും ഒരു ആംഗിള് 90 ഡിഗ്രി ആവുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? റെക്ടാംഗിൾ എന്ന് വിളിക്കാം. ഇനി എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, എല്ലാ ആംഗിളും 90 ഡിഗ്രി വരികയാണെങ്കിൽ ഒരു പാരലലോഗ്രാമിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. എല്ലാ സൈഡ്സ് എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ, 4 സൈഡേ ഉള്ളൂ. 4 സൈഡും ഈക്വൽ ആണ്, 4 ആംഗിളും 90 ഡിഗ്രി വരികയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? സ്ക്വയർ എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ പഠിച്ചു? ക്വാഡ്രിലാറ്ററൽസിനെ ഡിപെൻഡ് ചെയ്തിട്ട് ഒന്ന് ട്രപ്പീസിയം പറഞ്ഞു, പിന്നെ പാരലലോഗ്രാം പറഞ്ഞു, പിന്നെ പാരലലോഗ്രാമിന്റെ സബ് ഡിവിഷൻ ആയിട്ട് എന്തൊക്കെ പറഞ്ഞു? റോംബസ് പറഞ്ഞു, റെക്ടാംഗിൾ പറഞ്ഞു, സ്ക്വയർ പറഞ്ഞു. 5 ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അതേതാണ്? കൈറ്റിന്റെ പ്രത്യേകത എന്താ? അഡ്ജസന്റ് ആയിട്ടുള്ള സൈഡ്സ് ആണ് എന്തായിട്ട് വരിക? ഈക്വൽ ആയിട്ട് വരിക. അപ്പോ ഒരു ഡയമണ്ട് ഷേപ്പിലൊക്കെ കാണുന്നുണ്ടല്ലോ, അഡ്ജസന്റ് ആയിട്ടുള്ള അടുത്തടുത്ത രണ്ട് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുന്നതിനാണ് നമുക്ക് എന്തെന്ന് പറയാം? ക്വാഡ്രിലാറ്ററലിലെ കൈറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താം. ഓക്കെ, അപ്പൊ അതിന്റെ ഹൈറാർക്കി നോക്കാം. ക്വാഡ്രിലാറ്ററൽസ് നമുക്ക് എന്താണ്? ട്രപ്പീസിയം ഉണ്ട്, പാരലലോഗ്രാം ഉണ്ട്, കൈറ്റ് ഉണ്ട്. പാരലലോഗ്രാമിന്റെ സബ് ഡിവിഷൻസ് ആണ് റെക്ടാംഗിള്, റോംബസും റെക്ടാംഗിളും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്താ പറയാം? സ്ക്വയർ എന്നുള്ള കാറ്റഗറിയിലോട്ട് കൊണ്ടുവരാം. ട്രപ്പീസിയം തന്നെ ഐസോസിലസ് ട്രപ്പീസിയം ഉണ്ട്. എന്താണ് ഈ ഐസോസിലസ്? ട്രയാംഗിൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ഐസോസിലസ് ട്രയാംഗിൾ എന്ന് പറയാം. ഇവിടെയും അതുപോലെ തന്നെ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. ഏതൊക്കെയായിരിക്കും എന്നറിയാം? ദാ ഈ കാണുന്ന സൈഡും ഈ കാണുന്ന സൈഡും ഈക്വൽ ആയിരിക്കും. ഒബ്വിയസ്ലി ടോപ്പ് ആൻഡ് ബോട്ടം സെയിം അല്ല, കാരണം ഇത് ചെറിയ ലെങ്ത് ആണ്, ഇത് മറ്റൊരു വലിയ ലെങ്ത് ആണ്. സോ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണുന്ന ലാറ്ററൽ സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ഐസോസിലസ് ട്രപ്പീസ് എന്ന് പറയാം. രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? പാരലലോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു. പാരലലോഗ്രാമിന്റെ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, പാരലൽ ആണ്. റെക്ടാംഗിൾ എന്താണ്? ഒരു പാരലലോഗ്രാം ആണ്. അതിന്റെ ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. കൈറ്റിന്റെ കാര്യം പറഞ്ഞു. കൈറ്റ് എന്താണ്? രണ്ട് സൈഡ് ഈക്വൽ ആണ്, അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് സൈഡ്. ഇവിടെ ഓപ്പോസിറ്റ് 2 സൈഡ്സ് ആണ്, ഇതിന് ഓപ്പോസിറ്റ് വരുന്ന രണ്ട് സൈഡാണ്. ഇവിടെ അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് സൈഡാണ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഇവിടെ അഡ്ജസന്റ് സൈഡ് ഈക്വൽ ആണ്. ഇനി പാരലലോഗ്രാമിന്റെ സബ് ഡിവിഷൻ എന്ത്? റോംബസിന്റെ പ്രത്യേകത എന്താ? റോംബസ് ഈസ് എ പാരലലോഗ്രാം വിത്ത് ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, ഇനി റെക്ടാംഗിൾ പറഞ്ഞു. റെക്ടാംഗിൾ ഈസ് എ പാരലലോഗ്രാം വിത്ത് 1 ആംഗിൾ 90 ഡിഗ്രി. ഇനി സ്ക്വയർ ആകുമ്പോഴത്തേക്ക് എന്താ? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണം, അതുപോലെ തന്നെ എല്ലാ ആംഗിളും എത്ര ഡിഗ്രി വരും? 90 ഡിഗ്രി വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? അപ്പോ എന്താണ് എന്നുള്ള ബേസിക് ഐഡിയ ഒന്ന് നോക്കിക്കേ. ഓക്കെ, നമുക്കപ്പോ അടുത്ത സ്ലൈഡിലോട്ട് പോകാം. പ്രോപ്പർട്ടീസ് ഓഫ് പാരലലോഗ്രാം. പാരലലോഗ്രാമിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. The diagonals of a parallelogram divides it into 2 congruent triangles. ഞാൻ അതേ പറഞ്ഞു, ഈ ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയുണ്ട്? ട്രയാംഗിൾസിന്റെ കോൺസെപ്റ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ്? കോൺഗ്രുവൻസ് ഓഫ് ട്രയാംഗിൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ABCD എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ്.
ഡയഗണൽ ഓഫ് എ പാരലലോഗ്രാം. ഇവിടെ എ സി എന്താണ്? ഡയഗണൽ ആണ്. എ സി എന്താണ്? ഡയഗണൽ ആണ്. എന്താണ് ഡയഗണൽ? ഡയഗണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് ഒരു കോർണറിലേക്ക് വരയ്ക്കുന്ന വരെയാണ് ഡയഗണൽ. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ഡയഗണൽ ഏതാ? ദാ ബി ഡി. ബി ഡിയും എന്താണ്? ഒരു ഡയഗണൽ ആണ്. അവിടെ. അപ്പോ ഒരു ഡയഗണൽ എ സി എന്ന് പറയുന്നത് ഒരു ഡയഗണൽ ആണ്. ആ ഡയഗണൽ ഈ പാരലലോഗ്രാമിനെ രണ്ട് ഈക്വൽ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, രണ്ട് ഈക്വൽ പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും അല്ലെങ്കിൽ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളും എന്താണ്? കോൺഗ്രുവന്റ് ആണ്. എന്താണ് ഈ കോൺഗ്രുവൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കുറച്ചുകൂടെ പഠിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് കോൺഗ്രുവൻസും സിമിലാരിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കോൺഗ്രുവൻസ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണ്, രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം, ഒന്ന് സൈഡ്സ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ആംഗിൾസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, രണ്ട് ട്രയാങ്കിളിന്റെയും സൈഡ്സും ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു പാരലലോഗ്രാം എടുത്താൽ ആ പാരലലോഗ്രാമിലെ ഒരു ഡയഗണൽ എന്ത് ചെയ്യുന്നു? ഈ പാരലലോഗ്രാമിനെ രണ്ട് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ട്രയാങ്കിൾ ACD is congruent to triangle ACB. Okay, ACD എന്ന് പറയുന്ന ട്രയാങ്കിളും ACB എന്ന് പറയുന്ന ട്രയാങ്കിളും എന്താണ്? കോൺഗ്രുവന്റ് ആയിരിക്കും. കോൺഗ്രുവന്റ് ആണെന്ന് പറയാൻ കാരണം എന്താ? AC എന്ന് പറയുന്ന ഡയഗണല് ഈ പാരലലോഗ്രാമിനെ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആയിരിക്കും. ക്ലിയർ ആണേ? ഓക്കെ, നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോകാം. In a parallelogram, opposite sides are equal. എന്താണ്? ഒരു പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് വരുന്ന ഏതാ? ഇവിടെ എ ബിക്ക് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എ ബിക്ക് ഓപ്പോസിറ്റ് സൈഡ് CD ആണ്. ഒരു പാരലലോഗ്രാം എന്താന്ന് പറഞ്ഞു? പാരലലോഗ്രാം is a quadrilateral with both the pairs of opposite sides are parallel and equal. ഓക്കെ, എന്താ പറഞ്ഞേ? എ ബിയും സി ഡിയും എന്താണ്? പാരലൽ ആണ്. എ ബി പാരലൽ ടു സി ഡി ആൻഡ് എ ബി ഈക്വൽ ടു സി ഡി. പറഞ്ഞ പ്രോപ്പർട്ടി എന്താണ്? ഒരു പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അതുപോലെ തന്നെ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പോ എ ബിക്ക് ഓപ്പോസിറ്റ് ആയിരുന്ന സൈഡ് സി ഡി ആണ്, അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ ഡിക്ക് ഓപ്പോസിറ്റ് ആയിരുന്ന സൈഡ് ഏതാ? ബി സി ആണ്. അതർവൈസ് എ ഡി ഈസ് ഓൾസോ പാരലൽ ടു ബി സി ആൻഡ് എ ഡി ഈക്വൽ ടു ബി സി. ഇപ്പൊ ഒരു പാരലലോഗ്രാമിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, പാരലൽ ആയിരിക്കും. ഓക്കെ, എ ബിയോട് ഈക്വൽ ആയിട്ട് വരുന്നത് എന്താണ്? സി ഡി ആണ്. എ ബിക്ക് പാരലൽ ആണ് സി ഡി വരിക. എ ഡിയോട് ഈക്വൽ ആയിട്ട് വരുന്നത് ബി സി ആണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്. സോ എ ഡിയും ബി സിയും പാരലൽ ആണ്, എ ഡിയും ബി സിയും ഈക്വൽ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒരു പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, പാരലൽ ആയിരിക്കും. അടുത്ത പ്രോപ്പർട്ടി, ഇൻ എ പാരലലോഗ്രാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് വരിക നോക്കാം. ദാ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഡിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? ആംഗിൾ ബി ആണ്. സോ വി ക്യാൻ ടേം ഇറ്റ് ആസ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി. അതർവൈസ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി. ഒരു പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഒരു പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആയിരിക്കും. ഓക്കെ, അപ്പോ
ആദ്യം മുതലുള്ള പ്രോപ്പർട്ടീസ് നോക്കിയാൽ ദാ ആദ്യം പറഞ്ഞ എന്താണ്? ദ ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം ഡിവൈഡ്സ് ഇൻടു ടു കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. ഒരു ഡയഗണൽ എന്ത് ചെയ്യുന്നു? പാരലലോഗ്രാമിനെ രണ്ട് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഈക്വൽ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞ പ്രോപ്പർട്ടി എന്താ? പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അതുപോലെ തന്നെ പാരലൽ ആണ്. എ ബിയും സി ഡിയും ഈക്വൽ ആണ്, എ ബിയും സി ഡിയും പാരലൽ ആണ്. എ ഡി ആൻഡ് ബി സി ആർ ഓൾസോ ഈക്വൽ ആൻഡ് പാരലൽ. ഓക്കെ, സോ പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, പാരലൽ ആയിരിക്കും. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഒരു പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഏതൊക്കെയാണ് ആംഗിൾ വരിക? ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത് പോകാം. ഇൻ എ പാരലലോഗ്രാം ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഒരു പാരലലോഗ്രാമിന്റെ ഡയഗണൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഡയഗണൽസ് എന്ന് പറയുന്നത്? എന്താന്ന് ഞാൻ പറഞ്ഞു. ദാ എ സി ഒരു ഡയഗണൽ ആണ്, ബി ഡിയും എന്താണ്? ഒരു ഡയഗണൽ ആണ്. ഈ പാരലലോഗ്രാമിന് ആകെ രണ്ട് ഡയഗണലേ ഉള്ളൂ. ഈ ഡയഗണൽ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന O. ഓക്കെ, അപ്പൊ ഈ O എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ എ സിയും ബി ഡിയും ബൈസെക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ഈക്വൽ പാർട്ട് ആക്കുക എന്നാണ്. അതായത് O എന്ന് പറയുന്നത് എ സിയുടെയും മിഡ് പോയിന്റ് ആണ്, ബി ഡിയുടെയും മിഡ് പോയിന്റ് ആണ്. ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താ? എ സി ആൻഡ് ബി ഡി ബൈസെക്ട് ഈച്ച് അതർ. ഓക്കെ, എ സിയും ബി ഡിയും എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു, രണ്ട് ഈക്വൽ പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് O is the midpoint of AC. O എന്ന് പറയുന്നത് എ സിയുടെ മിഡ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ O is the midpoint of ഏതാണ്? ബി ഡി. O എന്ന് പറയുന്നത് എ സിയുടെ മിഡ് പോയിന്റ് ആണ്, അതുപോലെ തന്നെ ബി ഡിയുടെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോ എ സിയുടെ മിഡ് പോയിന്റ് ആണ് O, ബി ഡിയുടെ മിഡ് പോയിന്റ് ആണ് O എന്നതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ദ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ദ ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം ഡിവൈഡ്സ് ഇൻടു ടു ഈക്വൽ പാർട്സ്. രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് O is the midpoint of AC as well as BD. Got it? Clear അല്ലേ? ഓക്കെ, ഇതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ പ്രോപ്പർട്ടീസ് പറഞ്ഞു പോവാം. പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളൊരു കോൺക്രീറ്റ് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഓരോ പ്രോപ്പർട്ടീസ് നമ്മൾ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫ് എ പാരലലോഗ്രാം ഡിപ്പെൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഷോ ദാറ്റ് ദ ക്വാഡ്രിലാറ്ററൽ ABCD ഈസ് എ പാരലലോഗ്രാം. ഒരു പെർട്ടിക്കുലർ ക്വാഡ്രിലാറ്ററൽ തന്നിട്ട് അത് പാരലലോഗ്രാം ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഈ പറഞ്ഞ ഏത് പ്രോപ്പർട്ടി വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഏത് പ്രോപ്പർട്ടി വേണേലും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം നോക്കാം. ആദ്യം പറഞ്ഞ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, പാരലൽ ആണ്. അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ അല്ലെങ്കിൽ ഒരു പാരലലോഗ്രാമിന്റെ എന്താണ് ഡയഗണൽ എന്ത് ചെയ്യുന്നു? ആ പാരലലോഗ്രാമിനെ ടു കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആയിട്ട് സോൾവ് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ആ ഒരു രീതിയിൽ നോക്കാം. അതായത് ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ACD. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ ACD യും കോൺഗ്രുവന്റ് ആണ് എന്ന് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് പറയാം? ഇത് ഈ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ പാരലലോഗ്രാം ആണ് എന്ന് പ്രൂവ് ചെയ്യാം. ഓർ രണ്ടാമത്തെ ഓപ്ഷൻ, ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എ ബിയും സി ഡിയും ഈക്വൽ ആണെന്നും എ ബി സി ഡിയോട് പാരലൽ ആണെന്നും കൊണ്ടുവരാം. ആദ്യത്തെ പ്രോപ്പർട്ടി വെച്ച് ഞാൻ പറഞ്ഞു എന്താണ്? ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് കൊണ്ടുവന്നാൽ ഇതെന്താന്ന് പറയാം? പാരലലോഗ്രാം ആണെന്ന് പറയാം. രണ്ടാമത്തെ കേസ് എന്താണ്? ഈ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന്, അതായത് എ ബിയും സി ഡിയും ഈക്വൽ ആണ്, എ ബിയും സി ഡിയും പാരലൽ ആണ്
എന്ന് പ്രൂവ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാം. ആ രണ്ട് സൈഡ് മാത്രം മതിയോ? പോരാ, ഇതും കൊണ്ടുവരണം. AD equal to BC and AD is parallel to BC. Opposite sides equal and parallel എന്ന് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് പറയാം, കോൺഗ്രുവന്റ് ആണെന്ന് കൊണ്ടുവരാം. ഓർ മൂന്നാമതൊരു ഓപ്ഷൻ എന്തെന്നാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കൊണ്ടുവന്നാൽ മതി. അതായത് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ C അല്ലെങ്കിൽ ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ D. ഈ മൂന്ന് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വാഡ്രിലാറ്ററലിനെ പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോ രണ്ട് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണെന്ന് കൊണ്ടുവന്നാൽ ഇത് എന്താന്ന് പറയാം, പാരലലോഗ്രാം ആണെന്ന് പറയാം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊണ്ടുവരാം, പാരലലോഗ്രാം എന്ന് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണെന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു പാരലലോഗ്രാം ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ എന്താണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞത്? ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് എന്താണ്, 4 സൈഡഡ് പോളിഗൺ ആണ്. ഈ 4 സൈഡഡ് പോളിഗണിന് നമ്മൾ സൈഡ്സ് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വെർട്ടെക്സും വെർട്ടീസസും അതുപോലെ തന്നെ ആംഗിൾസും. ഓക്കെ, ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുൻപേ ഞാൻ പറഞ്ഞു, ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുൻപേ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഒന്ന് ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതുപോലെ തന്നെ ട്രയാംഗിൾസും. ഓക്കെ, അടുത്ത സെഷനിൽ നമുക്ക് വേണം എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു പോവാം. എന്താണ് ലൈൻസ് ആൻഡ് ആംഗിൾസിൽ പറയുന്നതും അതുപോലെ തന്നെ എന്താണ് ട്രയാംഗിൾസിൽ പറയുന്നത്, രണ്ട് പാരലൽ ലൈൻസ് വന്നാൽ എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ബ്രീഫ് അപ്പ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ ക്വാഡ്രിലാറ്ററലിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ക്വാഡ്രിലാറ്ററലിൽ ഒരു ഫാമിലി ട്രീ ഉണ്ടല്ലോ, ആ ഫാമിലി ട്രീ ഒക്കെ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കരുതുക. ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഉണ്ടാവണം എപ്പോഴും. എന്താണ് ക്വാഡ്രിലാറ്ററലിന്റെ രണ്ട് സൈഡ്സ്, രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആവുകയാണെങ്കിൽ നമുക്ക് തന്നെ എന്തെന്ന് പറയാം, ട്രപ്പീസി എന്ന് പറയാം. ബോത്ത് ദ പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, ദെൻ വി ക്യാൻ നെയിം ഇറ്റ് ആസ് പാരലലോഗ്രാം. പാരലലോഗ്രാമിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, റോംബസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു പാരലലോഗ്രാമിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആവുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം, റെക്ടാംഗിൾ എന്ന് പറയാം. ഇനി എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, ഒരു പാരലലോഗ്രാമിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, അതുപോലെ തന്നെ എല്ലാ ആംഗിളും 90 ഡിഗ്രി വരികയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം, ഇറ്റ്സ് എ സ്ക്വയർ. ഓക്കെ, നമ്മൾ എന്തെന്ന് പറഞ്ഞു, ട്രപ്പീസിയം പറഞ്ഞു, പാരലലോഗ്രാം പറഞ്ഞു, സ്ക്വയർ പറഞ്ഞു, റെക്ടാംഗിൾ പറഞ്ഞു. ലാസ്റ്റ് വൺ എന്തായിരുന്നു, കൈറ്റ്. കൈറ്റിന്റെ കാര്യം എന്താ പറഞ്ഞേ, ട്രപ്പീസിയം മാത്രമാണ്. ട്രപ്പീസിയം, പാരലലോഗ്രാം, റോംബസ്, സ്ക്വയർ, റെക്ടാംഗിൾ. ഇനി ആറാമതൊരു കാര്യം പറഞ്ഞ എന്താണ്, കൈറ്റ് ആണ്. കൈറ്റിന്റെ പ്രത്യേകത എന്തായിരുന്നു, അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് സൈഡ് ആയിരിക്കും ഈക്വൽ ആയിട്ട് വരിക. ഓക്കെ, അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും, താഴത്തെ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിൽ വരുന്നതാണ് എന്ത് കൈറ്റ്. കൈറ്റ് നമുക്ക് ഓൾമോസ്റ്റ് ആ പേരിൽ തന്നെയാണ് നമുക്ക് കുറെ സുപരിചിതം, മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയാണ്. ഓണം സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഒരു തുറന്ന പ്രദേശത്തൊക്കെ പട്ടം പറത്തേക്ക് കളിക്കണം, നല്ല രസമാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ മലയാളികളെന്നല്ല, നോർത്ത് ഇന്ത്യൻസിലും ഒരുപാട് ആവശ്യങ്ങൾ, ഒരുപാട് എന്റർടൈൻമെന്റ് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ ചുറ്റുപാടും എന്തുണ്ട്, ഒരുപാട് ക്വാഡ്രിലാറ്ററൽ പോലെ തന്നെ ഒരുപാട് മാത്തമാറ്റിക്കൽ ഷേപ്സ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഐഡിയാസ് ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ മാത്തമാറ്റിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് പേടിക്കാതെ ഈസി ആയിട്ട് നല്ല ഇൻട്രസ്റ്റോടെ പഠിക്കണം. നമുക്ക് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ് ഒക്കെ കോൺക്രീറ്റ് ആയാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ഇതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ലൈൻസ് ആൻഡ് ആംഗിൾസും അതുപോലെ തന്നെ ട്രയാംഗിൾസിന്റെയും ബേസിക് കോൺസെപ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. ടിൽ ദെൻ ബൈ.